വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു കാർഷിക മേള സംഘടിപ്പിച്ച കർഷകശ്രീയെ ആ ടീമിനെ അഭിനന്ദിക്കാനായിട്ടാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ അവസരം വിനിയോഗിക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജെയിംസ് ജോൺ ആണ്. ചെങ്ങന്നൂരെ ഒരു അഭിഭാഷകനാണ്. ഒരു കൃഷി കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. അതോടൊപ്പം തന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പൈനാപ്പിൾ കൃഷി ചെയ്ത് ഡിഗ്രി ആയ സമയത്തേക്ക്, അതായത് 1976 തോന്നുന്നു, ഡിഗ്രി ആയ സമയത്തൊക്കെ ആ ഒരു പൈനാപ്പിൾ 800 പൈനാപ്പിളാക്കി മാറ്റി. പിന്നീട് ജോലിയുടെ തിരക്ക്, അങ്ങനെ 15 വർഷത്തോളം വിദേശ രാജ്യത്ത് ജോലി ചെയ്തു. തിരികെ വീണ്ടും വന്ന് അഭിഭാഷകനായി അങ്ങനെ പല പല കാര്യങ്ങളുമായിട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഈ നോട്ട് എഴുതി വെച്ചുകൊണ്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ജീവിതം പറയുന്ന സമയത്ത് ഒത്തിരി പാട് കയറിക്കൊണ്ട് ഒരു സാഹചര്യമുണ്ടാകും. ഞാൻ ഈ സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ജീവിതമാണ് സംസാരിക്കാൻ പറ്റുന്നത്. ഇത് ഒരു വ്യക്തിയുടെ മാത്രമായിട്ടുള്ള വരുമാന വർധനയെ പറ്റിയല്ല ഞാൻ സംസാരിക്കാൻ പറ്റുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ പുനർജീവനം, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ നന്മകൾ തിരികെ കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ഒരു പോരാട്ടം, അതിനെപ്പറ്റി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ എൻ്റെ സമയം വിനിയോഗിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ പല സംവിധാനങ്ങളും കൃഷി സംബന്ധമായിട്ടുള്ള മേളകൾ നടത്തും. അത് 4-5 ദിവസത്തേക്ക് മാത്രമായിരിക്കും. അത് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു. പക്ഷേ മനോരമയുടെ ഈ പ്രോഗ്രാം അതല്ലെന്ന് പറയാനായിട്ട് കാരണം എന്ന് പറയുന്നത്, 2021 ഞാൻ കുവൈറ്റിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തുന്നത്. 2021 ജൂൺ മാസമാണ് തിരികെ വരുന്നത്. 2021 സെപ്റ്റംബർ മാസം ഞാൻ യാദൃശ്യമായിട്ടുണ്ടായ ഒരു സംഭവ വികാസങ്ങളെ തുടർന്നാണ് ആലാ ഫാർമേഴ്സ് ക്ലബ് എന്ന് പറയുന്ന നാട്ടുകൂടി ഉണ്ടാക്കുന്നത്. ഒരു ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. ഇതിന് തുടർച്ചയായിട്ട് ചില സംഭവ വികാസങ്ങൾ ഞാനത് പറയാം. ആ ഒരു സംഭവ വികാസങ്ങളാണ് ഒരു നാട്ടുവിപണിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഇവിടെ പ്രത്യേകം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയതോടുകൂടി എൻ്റെ പരിപാടി കഴിഞ്ഞില്ല. കൃത്യമായിട്ട് ഞാൻ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ മനോരമ 15-ാം തീയതി ഇങ്ങനൊരു പ്രോഗ്രാം നടത്തി മനോരമ നിശബ്ദമായിരിക്കുകയല്ല ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ മാധ്യമങ്ങൾ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഞാൻ എൻ്റെ അഭിഭാഷക ജോലി ആരംഭിച്ച് അധികം വൈകാതെ തന്നെ സത്യത്തിൽ ഞാൻ ഇന്നസെൻ്റ് ആയിരുന്നു. എന്നെ താറടിക്കാനായിട്ട് ഒരു മാധ്യമ സ്ഥാപനം ശ്രമിച്ചു. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആണ് ഈ 2021 ഞാൻ നാട്ടിലെത്തുന്നു. 2021 നാട്ടിലെത്തുമ്പോൾ ആദ്യം നാട്ടുവിപണി ഞാൻ ആലായിൽ ഉണ്ടാക്കിയത്. ആ നാട്ടുവിപണി ആലായിൽ ഉണ്ടാക്കുമ്പോൾ ആല എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ മാത്രമായിട്ട് ആ വിപണി നിൽക്കുമ്പോൾ മനോരമയുടെ ചെങ്ങന്നൂർ ലേഖകനായിട്ടുള്ള അനീഷ് ബി കുറുപ്പാണ് അത് മനോരമയിലേക്ക്, അത് ഞങ്ങളുടെ പ്രാദേശിക ഏരിയയിലേക്ക് ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. അതിനെ തുടർന്ന് കർഷകശ്രീയുടെ സുനിൽ സാറാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. സുനിൽ സാറിനോട് സുനിൽ സാറാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തെടുത്ത ശേഷം പിന്നീട് ജോബി സാറ് നേരിട്ടെത്തി ആ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് കർഷകശ്രീയിൽ നല്ലൊരു ആർട്ടിക്കിൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതൊരു പ്രോത്സാഹനമാണ്. ഒരു മാധ്യമ സ്ഥാപനം മറ്റുള്ള ആൾക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതും ഞാനൊരു സംരംഭകനാകാനൊരു ശ്രമം നടത്തി എൻ്റെ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ അത് തകർക്കാനായിട്ട് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തകർച്ചകളെ, ചില ശ്രമങ്ങളെ തുടർന്ന് ആ കൂട്ടായ്മ അതോടെ നിന്നു. അത് 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. മനോരമ എന്താണ് ചെയ്തത്? മനോരമ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു നാട്ടുപണി ഉണ്ടാക്കിയ സമയത്ത് പ്രാദേശിക ലേഖകൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തു, വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അതിന് തുടർച്ചയായിട്ട് കർഷകശ്രീയിൽ ഒരു ആർട്ടിക്കിൾ വന്നു, നല്ലൊരു ആർട്ടിക്കിൾ വന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എന്നെ വിളിക്കുകയും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുകയും പല ഭാഗത്തും അതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കൂടുകയും മീറ്റിങ്ങുകളിൽ നിന്ന് എനിക്ക് തുടർച്ചയായിട്ട് അവരെന്നെ ഫോണിൽ കൂടി വിളിച്ച് എൻ്റെ അഡ്വൈസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അതിന് തുടർച്ചയായിട്ട് നമ്മുടെ ഒരു എന്താ പറഞ്ഞിരിക്കുന്ന പോലെ ഏതാനും ദിവസങ്ങൾ മാത്രമായിട്ടൊരു മേള സംഘടിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അതിന് തുടർച്ചയായിട്ട് ദൂരദർശൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള പഴയ കൃഷി ഓഫീസറായിട്ടുള്ള അഭിലാഷ് സാറുണ്ട്. അഭിലാഷ് സാർ ഏകദേശം 10ഓളം ഡോക്യുമെൻ്ററികൾ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട്
അരമണിക്കൂർ വെച്ചുള്ള ഡോക്യുമെൻ്ററികൾ എടുത്തിട്ടുണ്ട്. അഭിലാഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സപ്പോർട്ടായിട്ട്, ഇപ്പോൾ മനോരമ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഈ പോരാട്ടങ്ങളിൽ, എൻ്റെ ഈ മുന്നോട്ടുള്ള യാത്രകളിൽ സപ്പോർട്ടായിട്ട് ഇങ്ങനെ അഭിലാഷ് സാറിനെ പോലെ, സുനിൽ സാറിനെ പോലെ, സുനിൽ സാറും ജോബി സാറും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കോൺടാക്ട് ചെയ്യും. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് സപ്പോർട്ടായിട്ട്. അപ്പോൾ എനിക്ക് ഒരു ഊർജ്ജമാണ് ലഭിക്കുന്നത്. അഭിലാഷ് സാറിൻ്റെ 10ഓളം ഡോക്യുമെൻ്ററി ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അഭിലാഷ് സാർ തന്നെ അതിനകത്ത് 8ഓളം ഡോക്യുമെൻ്ററി ചെറുതായിട്ടുണ്ട്. ചെറിയ ചെറിയ റോളുകൾ തന്നെ തന്നെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്താണ്. അതുപോലെ ഒരു പ്രോത്സാഹനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആല എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം തിരികെ പിടിക്കാനായിട്ട് ഞാൻ നടത്തിയ പോരാട്ടങ്ങൾക്ക് മനോരമ നൽകിയത്. അതിൻ്റെ പേരിൽ ഞാൻ മനോരമയ്ക്ക് എൻ്റെ എല്ലാവിധ പ്രശസ്തിക്കും എൻ്റെ എല്ലാവിധ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അപ്പം മനോരമ ചെയ്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ പൗരനും ഓരോ സർക്കാർ സംവിധാനവും മനോരമ ചെയ്ത ആ മാതൃക ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇനി ഞാൻ ആലാ നാട്ടുകളിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കൃഷി തുടങ്ങി ഒരു പൈനാപ്പിൾ. അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഡിഗ്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് 100 പൈനാപ്പിളായി. പിന്നീട് റബ്ബറിൻ്റെ വരവായി. വസ്തുക്കളെല്ലാം റബ്ബർ വെച്ചു. ഞാനിങ്ങനെ പ്രൊഫഷൻ്റെ തിരക്കുകളായി. അതിനുശേഷം പിന്നീട് കുവൈറ്റിലേക്ക് പോകുന്നു. തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം തീർന്നു. ആ സമയം എന്നിട്ട് ഞാൻ തിരികെ നാട്ടിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പല കർഷകർ, ഞാൻ 2021 ജൂൺ മാസം തിരികെ വന്ന സമയത്ത് പല കർഷകരും എന്നോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ല. വ്യാപകമായിട്ട് വസ്തുക്കളെല്ലാം ധരിച്ചിട്ട് കിടക്കുക. ഞാൻ 10-15 വർഷത്തിന് ശേഷം ഈ നാട്ടിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളെല്ലാം തരിശായി കിടക്കും. ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞാൽ വിലയില്ലെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ഞാനിങ്ങനെ എന്താ പറയുക, അപ്പം 2002 വെള്ളപ്പൊക്കത്തിന് എൻ്റെ വസ്തുക്കളിലുള്ള കൃഷികൾ മുഴുവൻ നശിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പാളാമ്പുറമ്പഴം. ഞാനിങ്ങനെ ഈ പാളാമ്പുറമ്പഴം അന്വേഷിച്ച് ഈ പഴുപ്പിച്ചത് ഞാൻ മേടിക്കത്തില്ല, വിളഞ്ഞത് മേടിക്കും കടകളിൽ പോയി. അങ്ങനെ മേടിക്കുമ്പോൾ അതിന് 30 രൂപ വെച്ചാണ് അവർ മേടിക്കുന്നത്. ഇതേ സമയത്ത് തിരികെ വന്നു പ്രാക്ടീസ് വീണ്ടും തുടങ്ങിയിട്ടില്ല. പ്രാക്ടീസ് തുടങ്ങാത്തത് കാരണം ഇങ്ങനെ സമയം ഇഷ്ടത്തിലുണ്ട്. പിന്നെ ഒരിടത്തിലിറങ്ങി ചെറിയ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി. പാളാന്തോണൻ്റെ വിത്തുകൾ തന്നെ ആദ്യം മേടിച്ച് കുഴിച്ചു വെക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ ഈ കുഴിച്ചു വെക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിദേശ രാജ്യത്ത് ജോലി ചെയ്ത സമയത്ത് 8 മണിക്കൂർ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ ജോലി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഓവർടേക്ക് എടുക്കുക. കാരണം അവിടെ നമ്മൾ അഡീഷണലായിട്ട് 1 മണിക്കൂർ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ 1 മണിക്കൂറിൻ്റെ വേതനത്തിന് പകരം നമുക്ക് 1.5 മണിക്കൂറുള്ള വേതനം. ചില കമ്പനികളിൽ ജോലി ചെയ്യുന്ന സമയത്ത് 2 മണിക്കൂറിൻ്റെ വേതനം. ഞാനിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുന്നു, ഞാൻ ഈ ഒരു വിത്ത് പിരിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വിത്ത് മേടിച്ച് എൻ്റെ വസ്തുവിൽ കൊണ്ടുവന്ന് ഒരു കുഴി കുഴിച്ച് അത് വെച്ച് വളർത്തി കൊല വെട്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കർഷകൻ എന്താ കിട്ടുന്നത്? ഇതേ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ പോയ വേറൊരു കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു സിസ്റ്ററെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലൊരു ഡോക്ടർ അബ്ദുൽ തോമസ് എന്ന ഡോക്ടർ. പുള്ളിയുടെ വൈഫ് ഒരു ബാങ്ക് മാനേജറാണ്. പുള്ളിക്കാരത്തി എന്നോട് പറയും, അവരുടെ ഡോക്ടേഴ്സ് ഗാർഡനിലെ കൊല വെട്ടുന്നതിന് ഒരു കൊല വെട്ടിക്കൊടുക്കുന്നതിന് 100 രൂപ കൊടുക്കണമെന്ന് പറയും. ഇതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക. അന്നേരമാണ് സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള വിപണിയിലുള്ള ഒരാളാണ് എന്നോട് പറയുന്നത്, പുള്ളിയുടെ വീട്ടിലുള്ള പാളാന്തോണം പുള്ളികൾ മുഴുവൻ പാളാന്തോണം വാഴ മുഴുവൻ വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഞാൻ അദ്ദേഹം പറഞ്ഞു, സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള വിപണിയിൽ 4 രൂപയാണ് അദ്ദേഹത്തിന് വില ലഭിച്ചത്. അദ്ദേഹം ആ വിപണിയുടെ നടത്തിപ്പുകാരിൽ ഒരാളാണ്. അതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4 രൂപ ഒരു കിലോ വയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നു, ഞാൻ മേടിക്കുന്നു 30 രൂപ. അതേപോലെ ഞാൻ മണ്ണിലിറങ്ങി അധ്വാനിക്കുന്നു. ഞാനൊക്കെ മനസ്സിൽ കരുതി ഇത് എൻ്റെ ആവശ്യം വേണ്ടി ഞാൻ എന്തായാലും വിൽക്കണമല്ലോ, വിൽക്കുമ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ സമീപത്തുകൂടി എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മരുവന്തറയിലെ ഗിരീഷൻ ഒരു വലിയൊരു പാളാന്തോണം കൊലയുമായിട്ട് പോകുന്നത്. തിരികെ വന്ന സമയത്ത് ഞാൻ ഗിരീഷിനോട് ചോദിച്ചു, ഗിരീഷേ, ഞാനീ പറയുന്നത് ഈ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ മാത്രം ഒരു നേട്ടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല സംസാരിക്കുന്നത്, ഒരു സമൂഹത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സമൂഹത്തിൻ്റെ നേട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ബെനിഫിഷ്യറി. ഗിരീഷ് തിരിച്ചു വന്ന സമയത്ത് ഗിരീഷ് എത്ര രൂപയാണ് കൊലയ്ക്ക് കിട്ടിയത്? എന്നോട് പറഞ്ഞത് 180 രൂപ. ഞാൻ പറഞ്ഞു, ഇനിയും ഗിരീഷ് പോകുന്ന സമയത്ത് കൊല വയ്ക്കാൻ പോകുന്ന സമയത്ത് ആ കൊല കടയിൽ കൊടുക്കരുത്, എനിക്ക് തന്നേക്കണം.
എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 2021 സെപ്റ്റംബർ മാസം 26 ഗിരീഷ് ഇങ്ങനെ കൊല വയ്ക്കാൻ പോകുന്നു. ഞാൻ ആ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഗിരീഷിനോട് പറഞ്ഞാൽ കൊല ഞാനിതെടുക്കുകയാണ്. ഞാനന്ന് എൻ്റെ മനസ്സിൽ കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 30 രൂപ വിലയുണ്ട്. ഇതെടുത്തിട്ട് 20 രൂപയ്ക്ക് എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ കൊടുത്താലും 20 രൂപ ഗിരീഷിന് കൊടുത്താലും എനിക്ക് എൻ്റെ അയൽവക്കത്തെ വീടുകളിൽ 20 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് അതേ വിലയ്ക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുകയാണ്. ഞാൻ ഗിരീഷിൻ്റെ നിന്ന് മേടിച്ചിട്ട് ഗിരീഷിന് ഞാൻ 200 രൂപ കൊടുത്തില്ല. ഗിരീഷ് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ 150 രൂപ കൂടുതൽ ആണെന്നുള്ള വിലയ്ക്ക് വില കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ജെയിംസിൻ്റെ ഇത് എനിക്ക് വേണ്ട, നിർബന്ധിച്ച് എനിക്ക് 50 രൂപ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനൊരു ഇതിനകത്ത് ഈ ദൈവത്തിൻ്റെ ചില കരുതൽ എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ദൈവത്തിൻ്റെ ചില കയ്യൊപ്പുന്നതൊക്കെ പറയുന്നത്. ഇപ്പോൾ ഗിരീഷ് ഞാൻ കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടി എങ്ങനെയാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നും നമ്മുടെ ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നും നമ്മുടെ തൊഴിലിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറയാം. ഇപ്പം ഗിരീഷ് കൊല തന്നു 150 രൂപ മാത്രം മേടിച്ച് തിരികെ പോയ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെയിങ് മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നു. ഞാൻ തൂക്കി നോക്കിയപ്പോഴേ ഈ കൊലയുടെ തൂക്കം എന്ന് പറയുന്നത് 24 കിലോയാണ്. ഇപ്പോൾ കാളാമുട്ടം തള്ളിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? എന്തായാലും 22 കിലോ ഉണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കൊലയ്ക്ക് എത്ര ആ കർഷകന് എത്ര രൂപയാണ് കിട്ടുന്നത്? ഒന്നും ചിന്തിച്ചില്ല. അന്നേരം തന്നെ ആല ഫാർമേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ഞാൻ ആരെയും അതിനകത്ത് ആഡ് ചെയ്തില്ല, എൻ്റെ മോനെ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. കാരണം അത്യാവശ്യം ഫേസ്ബുക്കിൽ കൂടെ തീവ്രമായിട്ടുള്ള ചിന്തകൾ പ്രചരിപ്പിക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സൗഹൃദ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്ന കൂടുതലാണ്. അങ്ങനെ ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുവൈറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് കോവിഡ് വന്നിട്ട് അവിടെ വ്യാപകമായിട്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മരിച്ചു വീണ സമയത്ത് അവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും എല്ലാം അവിടെ നിറഞ്ഞു നിന്നിരുന്ന മലയാളി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും എല്ലാം നിശബ്ദത പാലിച്ച സമയത്ത് കേന്ദ്രമന്ത്രി മുരളീധരനെ കോൺടാക്ട് ചെയ്ത് ഒറ്റ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് ഒരു മെഡിക്കൽ ടീം എത്തിച്ചത്. ഞാൻ ചില ആശയങ്ങൾ അദ്ദേഹത്തിന് പങ്കുവച്ചായിരുന്നു. കാരണം നമ്മളൊരു വ്യക്തിയൊന്നും ചെയ്യുന്ന ആരും അറിയത്തൊന്നുമില്ല. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നീട് കണ്ടത് ഡൽഹിയിൽ ആ ബോഡികൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് കുവൈറ്റിൽ നിന്ന് എത്രമാത്രം മെഡിസിൻസാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രാഥമിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡുകൾ അങ്ങനെയുള്ള എന്തുമാത്രമാണ് ഇന്ത്യയിലേക്ക് വന്നതെന്നുള്ളത് കുവൈറ്റ് കോർട്ടിനടുത്ത് ജോലി ചെയ്ത് ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ അംബാസിഡറുടെ കയ്യിലേക്ക് പോകും. ഞങ്ങളുടെ കമ്പനിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ചില വർക്കുകളൊക്കെ ഉണ്ട്. അപ്പം എന്തുമാത്രം വന്നു എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ ആല ഫാർമേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ ഉണ്ടാക്കുന്നു. ആല ഫാർമേഴ്സ് ക്ലബ്ബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ആൾക്കാരെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഞാൻ ആ ഫേസ്ബുക്ക് പേജിൽ ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് എടുത്തിട്ട് പറഞ്ഞു, ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം. നമ്മുടെ നാട്ടിലെ കർഷകരെ വ്യാപകമായിട്ട് ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നിശബ്ദത ഒന്നിനും പരിഹാരമില്ല. നിങ്ങൾ ഈ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് മെമ്പർമാരാകുക. നമുക്കിനി ഇതിനകത്തോട് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കും. ഇതോടെ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഒരു 20 കിലോയുടെ ഒരു കൊല കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് 5 കിലോ മതി. ബാക്കി 15 കിലോയുടെ കൊണ്ട് കൊടുക്കും. അയൽവക്കത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ അവർ മേടിക്കും. പിന്നീട് 2-3 പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ സൗജന്യം കൊടുക്കുമ്പോൾ അവർക്കും മേടിക്കാനൊരു ബുദ്ധിമുട്ടാണ്. ശരിക്കും എനിക്കും ആണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം ഞാൻ അങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തതായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു. എന്തായാലും പെട്ടെന്ന് ആ വാട്സപ്പ് കൂട്ടായ്മയിൽ അനവധി ആളുകൾ എൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാരെ അങ്ങനെ ജോയിൻ ചെയ്ത സമയത്ത് പിന്നെ ഈ കർഷകരെ രക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസുകളൊക്കെ തുടങ്ങി. അപ്പോൾ കർഷകരെ രക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കണ്ട ഒരു ഗ്രാമമാണ് എൻ്റെ കൊച്ചിലെ ശുദ്ധമായിട്ടുള്ള ജലം ഒഴുകുന്ന ഒരു നാട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ദിവസം 30 കിലോ മീൻ വരെ മൺസൂൺ കാലഘട്ടത്തിൽ പിടിക്കുമായിരുന്നു. അതെല്ലാം നശിച്ചു. വെള്ളം എന്ന് പറയുന്നത് കക്കൂസ് മാലിന്യം കൊണ്ട് ഒഴുക്കി ശുദ്ധജലമില്ലാത്ത ഒരു നാട്. ഒരു സമയത്ത് ഹെപ്പറ്റൈറ്റിസ് ബി വന്നിട്ട് വ്യാപകമായിട്ട് ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ടായ നാട്. എൻ്റെ തിരിച്ചുവരവിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള എൻ്റെ ഫാദറിൻ്റെ 2 സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെല്ലാം ക്യാൻസർ വന്നതാണ്. അപ്പം ആ നാടിനെ ഒന്ന് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും, നാടൻ കോഴിയൊന്നും വേണ്ടായിരുന്നു. അവർ പറയും വേണം, ചേനയൊന്നും വേണ്ടായിരുന്നു, വേണം. ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കൊക്കെ ചെന്നിട്ട് ഓരോ ഗ്രാമത്തിൻ്റെ പുനർജനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം വരുന്ന ആളുടെ കാറെ കയറിയിട്ട് എനിക്കിപ്പോൾ അറിയാം, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടെ എനിക്കറിയാം എവിടെയാണ് പാളാമ്പുണം പോലെയുള്ളത്, എവിടെയാണ് ചേനയുള്ളത്, എവിടെയാണ് ചേമ്പുള്ളത്, ഇതെല്ലാം എനിക്കറിയാം.
അങ്ങനെ ഞങ്ങൾ ആ കാലം ആ ആളുടെ ആ പ്രവാസി ഞാനും പ്രവാസി ജീവിതത്തിൽ വരുന്ന സമയത്ത് ഈ നാട്ടിൽ വരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഈ കപ്പയുടെ ടേസ്റ്റ് എന്തുവാണെന്നും ഈ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ എന്താണെന്നുള്ളതും അറിയാം. അങ്ങനെ ഈ വണ്ടിയിൽ കയറി പല പല വീടുകളിൽ പോകും, പല പല വീടുകളിൽ ചെന്നിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്തു. അപ്പോൾ അവരും മേടിക്കും, ഞാനും പോകും. അപ്പം ഇവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ളതോടെ മേടിക്കുകയും ചെയ്യും. ഈ ഇത് കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് യാദൃശ്യമായിട്ടുണ്ടാകുന്ന സംഭവവികാസങ്ങൾ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോണ്ടല്ലോ അവിടെ കുറേ മുരിങ്ങയുടെ കണ്ണ് വെട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നേ എന്നിട്ട് വാട്സപ്പ് ഇടും, ഇതുപോലെ എൻ്റെ വീടിന് മുന്നിൽ ഗേറ്റിന് മുന്നിൽ കിടപ്പുണ്ട് ഈ സാധനം ഗേറ്റിന് മുന്നേ കൊണ്ടിടും. ഗേറ്റിന് മുന്നേ കൊണ്ടിട്ടിട്ട് ആൾക്കാർ വ്യാപകമായിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് തുടങ്ങി. കൃഷി അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ഇതിനിടയിലാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കുറേ ഏത്തവാഴ വിത്ത് മേടിക്കാൻ ഗേറ്റിന് പുറത്ത് വെച്ച് നാട്ടുകാർ കഴിച്ചത് നാട്ടുകാർ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്, അവരത് എടുത്തുകൊണ്ട് പോയി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്തായാലും നാട്ടിൽ കൃഷി കാര്യമായിട്ട് വർദ്ധിച്ചു. കഴിഞ്ഞപ്പോൾ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവർ വന്നു കഴിഞ്ഞാൽ എത്ര പേര് ഇതുപോലെ വീടുകളിൽ പോയിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് തയ്യാറാകുക, അതുമില്ല. അപ്പം നമ്മുടെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നു അപ്പോഴത്തേക്ക് ഇതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കോവൽ വ്യാപകമായിട്ട് വളർത്തി. ഒരു 3-4 ദിവസം കൂടുന്നുടനെ 15 കിലോ കോവയ്ക്കാറുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ആദ്യമൊക്കെ അയൽവക്കത്തെ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ വിരച്ചു തന്ന എവിടെയെങ്കിലും കൊണ്ട് വിൽക്കാം. അങ്ങനെ നല്ല സൂപ്പർ കോവയ്ക്കാണ്. ഒരു കർഷകൻ എന്നുള്ള നിലയിൽ ഞാൻ മിക്ക കോവയ്ക്കായിട്ട് നമ്മളെ ഒരു വഴിയിലേക്ക് ദൈവം എത്തിക്കുക, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ആ കോവയ്ക്ക വിൽക്കാനായിട്ട് പോയി. ആദ്യത്തെ പച്ചക്കറി കട ചെന്നു. അവിടെ നാടൻ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റോഡിൽ വെച്ചിരിക്കുന്ന സാധനമാണ്, യാതൊരു വാടകയും കൊടുക്കണം. മനുഷ്യൻ നടന്നു പോകേണ്ട ഭാഗത്ത് വെച്ചിരിക്കുന്ന ഒരു സൈഡിലുള്ള ഒരു കട. അപ്പം അയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കർഷകനെ അഭിനയിക്കുന്ന ബുദ്ധിമുട്ട് പറയാം. ഇതുപോലെ എൻ്റെ ഒരു 10-15 കിലോ കോവയ്ക്ക വിൽക്കാനുണ്ട്. ഒരു 3-4 ദിവസം കൂടുമെന്ന് പറഞ്ഞാൽ 10-15 കിലോ കോവയ്ക്കാണ്. ഈ പോലീസുകാർ പ്രതികളെ ചോദ്യം ചെയ്ത് നമുക്ക് കേട്ടിട്ടുണ്ട്, സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഇയാൾ എന്നോട് കോവയ്ക്കയുടെ നീളം എത്ര, കോവയ്ക്കയുടെ വണ്ണം എത്ര, അതിൻ്റെ ഇനമേത അതൊക്കെ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പം എനിക്ക് സത്യം പറയാൻ ഭയങ്കര ദേഷ്യമില്ല. കാരണം 1.5 മണിക്കൂർ നിന്ന് പറിക്കുന്ന സാധനം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ഇത് ജാതകം തന്നെ നിങ്ങൾ അറിയുന്നത് ചോദിച്ചു. അത് വരുന്ന ആൾക്കാരൊക്കെ ഇത് ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടുന്ന് ഞാൻ അടുത്ത കടയിൽ ചെന്നു. ഒരു സ്ത്രീയാണ്, അവർക്കൊരു കൊച്ച്. ഉള്ള കാര്യം പറയാം, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അത് യാതൊരു കള്ളവിനൊന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ആ കടയാൻ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞു. പുള്ളി പറഞ്ഞു, ഓക്കെ കോവയ്ക്ക് എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറ്റും. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ പ്രാക്ടീസിൽ ആക്റ്റീവായി. രാവിലെ 8:30 ഞാൻ ഓഫീസിലെത്തും. ഞാൻ 8:30 ചിലപ്പോൾ ഈ പുള്ളി കട തുറക്കുന്ന സമയം ഈ കടയിൽ കൊണ്ട് പുള്ളിക്ക് കോവയ്ക്കാണ് കൊടുക്കും. എനിക്ക് 20 രൂപ തരും. അവിടെ ഞാൻ ആളുടെ പേരൊന്നും പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല മേടിക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചില്ല, നല്ലതായിട്ട് എന്നോട് ഇടപെടാനായിട്ടുള്ളൊരു മനസ്സെങ്കിലും ആ മനുഷ്യൻ കാണിച്ചല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്നിട്ട് അവിടെ കൊണ്ട് പുള്ളിക്ക് കൊടുക്കും. പുള്ളി 50 രൂപ 60 രൂപയ്ക്ക് വരും. പിന്നെ ഇങ്ങനെ ഞാൻ നല്ല ബിസിനസ്സുള്ള കടയാണ്. നാടൻ ഉൽപ്പന്നങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടുകാരെ കോവയ്ക്കാൻ മേടിച്ചില്ലെങ്കിലും അവിടെ പോയി മേടിക്കും. ഏത്തപ്പഴം മേടിച്ചില്ലെങ്കിലും അവിടെ പോയി മേടിക്കും. അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. അവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തതിൻ്റെയും അന്യനാട്ടിലുള്ള ആൾക്കാരെയൊക്കെ അഭിമുഖീകരിച്ചതിൻ്റെയൊക്കെ അത്രയുള്ള ആൾക്കാരോടൊക്കെ ഇടപെട്ടതിൻ്റെയൊക്കെ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നമുക്കതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയതാണ്. നമ്മുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാകും. അങ്ങനെ പിന്നെ ഇങ്ങനെ കുറച്ച് കോവയ്ക്ക കൂടുതലായിട്ട് എത്താൻ തുടങ്ങി കഴിഞ്ഞാൽ കൂടുതലുണ്ട്. ഇപ്പോൾ കോവയ്ക്കായിട്ടൊന്നും പഴയ ഡിമാൻഡിലൊന്നും. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കടങ്ങിപ്പിന്നെ രാവിലെ നോക്കാൻ പോകും. ഇവിടെ കോവയ്ക്കയിൽ കൊണ്ടുവന്നു നോക്കാൻ ചെല്ലുമ്പോണ്ടല്ലോ ഞാനീ കൊണ്ടുകൊടുത്ത് കോവയ്ക്കാന്ന് പറയും. പിന്നെ പുള്ളി വീണ്ടും പറയും, വീണ്ടും ചെല്ലുന്നുണ്ടെങ്കിൽ പുള്ളി പറയും, അതെ കണ്ടമാനം പ്രൊഡക്ഷനാണ്. ഞാൻ ചെവിടുന്ന ഇത്രയും കോവയ്ക്ക വരുന്നത്. ആ ലൈൻ കമ്പിയിലൊക്കെ കയറി കിടക്കുക. ഞാൻ ചോദിച്ചു, പറിച്ചുകൊണ്ട് വരാൻ സമയമില്ല. അല്ല പറിച്ചുകൊണ്ട് വരാൻ വരും. പുള്ളിയോട് പറയും, ഞാൻ കഥ പറഞ്ഞ ശേഷം കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതോട് ഞാൻ പറഞ്ഞത്. അപ്പം പുള്ളിയോട് പറയും സമയമില്ല. അപ്പം ഞാൻ മനസ്സിൽ കരുതി ഒരു അഭിഭാഷകനായിട്ടുള്ള എനിക്ക് സമയമുണ്ട്, ഒരു കൃഷിക്കാരനായിട്ടുള്ള എനിക്ക് സമയമുണ്ട്. പക്ഷേ 1 വർഷം വളർത്തിയെടുക്കുന്ന എനിക്ക് സമയമുണ്ട്. 2 മണിക്കൂർ കൊണ്ട് മാത്രം 20 രൂപയുടെ സാധനം 60 രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്ക് സമയമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്നു. നമ്മുടെ കൂട്ടായ്മ ശക്തമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊരു വിപണി ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്തയുണ്ട്.
ആ വിപണി എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായത്. ഞാൻ കുവൈറ്റിൽ നിൽക്കുന്നു പറഞ്ഞാൽ അവിടെ ഫ്രൈഡേ മാർക്കറ്റാണ്. നമ്മളിവിടെ പല ആൾക്കാരും വിദേശത്തൊക്കെ ജോലി ചെയ്തവരുണ്ട്. വിദേശത്ത് നല്ല കാഴ്ചകൾ ഒത്തിരിയുണ്ട്. അതൊന്നും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആരും ശ്രമിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ട് ആൾക്കാർ പിന്നിലേക്ക് പോകും. അത്തരം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പ്രതിസന്ധികൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഈ മനോരമയുടെ ആ ഒരു പരസ്യത്തിൻ്റെ ഒരു സ്ലൈഡ് കാണിച്ചപ്പോൾ ഞാൻ കണ്ടു. അതിനകത്ത് ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് ഒരാൾ ഇപ്പോൾ ഓടി വരുന്നത്. അതെൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റ്, 44 രാജ്യങ്ങൾ ഹാർലി ഡേവിഡ്സൺ ബൈക്കിൽ യാത്ര ചെയ്ത ഒരാൾ. പുള്ളിക്കാരൻ ഫ്ലോറിഡയിൽ ചെന്ന സമയത്ത് ഒരു സൺഡേ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടെ ബീറോ ഒക്കെ വയ്ക്കാറുണ്ട്. ആ സൺഡേ മാർക്കറ്റിൽ ഭയങ്കര ആഘോഷപരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ അവിടെ കണ്ടു. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു അതുപോലൊരു സാധനം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്തുകൂടാ എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ ആലായെന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ 2022 മെയ് മാസം 29-ാം തീയതി ഒരു നാട്ടുവിപണി സ്റ്റാർട്ട് ചെയ്ത് അപ്പം എല്ലാ കാര്യങ്ങളും ഒരു പരിധിക്കപ്പം നഷ്ടപ്പെടും. എന്തൊരു ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. അപ്പം അതൊരു ജനയ്ക്ക് ഒറ്റയ്ക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ വിജയിക്കുമോ എന്ന് എനിക്കൊരു സംശയം. അപ്പം അതുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കും. അപ്പം പ്രത്യേകം പറയാം, അങ്ങനെ രാഷ്ട്രീയത്തിലോ മതത്തിലോ ഒന്നും ഒരു താല്പര്യമില്ല. ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസിയാണ്. ക്രിസ്ത്യാനിയിലാണേലും പള്ളിയിലൊക്കെ പോകുന്ന പലപ്പോഴുമാണ്. അതേസമയത്ത് 5 അമ്പലങ്ങളിൽ ഞാൻ നട്ട 4 വളരുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വളരുന്നുണ്ട്. അപ്പം അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മയിൽ വിപണി കൊണ്ടുവന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സൗഹൃദത്തിൽപ്പെട്ട ആൾക്കാരെ എല്ലാവരെയും ഈ വിപണി സ്ഥലത്തെത്തണമെന്ന് പറഞ്ഞു. വിപണി സ്ഥലത്തെത്തണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം വിപണി സ്ഥലത്തെത്തി. കൂടാതെ പുതിയതായിട്ടൊരു ആശയമാണല്ലോ. പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, ഞങ്ങൾക്ക് ആലപ്പുഴ ജില്ലക്കാരാണ്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പോലും ആൾക്കാർ അവിടേക്ക് വരാനായിട്ട് വരുന്നു. ആൾക്കാർ അവിടേക്ക് വരാൻ തുടങ്ങിയ സമയത്ത് അപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാർ ഒരു രാഷ്ട്രീയത്തിൽ മുന്നേ നിൽക്കുന്നവരാണ്. ചില ആൾക്കാർക്ക് എന്തിലും ഈ സാമ്പത്തികമാണല്ലോ പണമാണല്ലോ കണ്ണ്. അപ്പം വിൽക്കാൻ വരുന്ന പെട്ടെന്ന് വിപണി പിടിച്ചാൽ കയറി പെട്ടെന്ന് അവരെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു ശ്രമമായിട്ട് മാറി. വിപണി വരുന്ന കർഷകരോട് പറയാൻ തുടങ്ങി 3000 രൂപ ഡെപ്പോസിറ്റ് വേണം. ഒരു 100 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ 1.5 രൂപ കമ്മീഷൻ വേണം. അഭിപ്രായ വ്യത്യാസമായി. ഇതിനോടൊപ്പം സമാന്തരമായിട്ട് ചില സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ 8 ലക്ഷം രൂപ നമുക്കൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം അതിനുശേഷമുള്ളതിനകത്ത് എനിക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. എനിക്കെൻ്റെ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനൊരു മൂവ്മെൻറ്റുമായിട്ട് ആരെങ്കിലും മുന്നോട്ട് പോകുകയാണെങ്കിൽ ആരുമായിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കരുത്. നമുക്ക് നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മുടെ മാർഗം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റയ്ക്കൊന്നും മാറിക്കോളും. കാരണം ആൾക്കൂട്ടം വരുമ്പോൾ, ജനാധിപത്യം വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതലുണ്ടാകും. അപ്പം അങ്ങനെ ആ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ മാറി ഒറ്റയ്ക്ക് വിപണി എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ ബിൽഡിങ്ങിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകും. അതൊരു പ്രൈവറ്റ് പ്ലേസ്, ഒരു മെയിൻ റോഡിനോട് ചേർന്ന് കുറേയേറെ ഓപ്പണിംഗ് ഉള്ള ഒരു പ്രൈവറ്റ് പ്ലേസ് അങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ നാട്ടുകാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാനതൊരു വാശിയായിട്ട് ഏറ്റെടുത്തു. എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചു. ആ സുഹൃത്തുക്കളെല്ലാവരും വൻ വിജയമായിട്ട് മാറി. വൻ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിപണി വൻ വിജയമായിട്ട് മാറി. അതിന് തുടർച്ചയായിട്ട് അപ്പോൾ ഞാൻ പിന്നെ എങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ വിജയവും പരാജയങ്ങളും പറയുന്നത് ഓരോരുത്തർക്കും ചെല്ലുമ്പോൾ ഈ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളല്ല ശ്രദ്ധയപ്പെടും. അതിനുശേഷം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത ചാമക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ആ സ്ഥലം കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അച്ചൻകോവിലാറിൻ്റെ കരയാണ്. അപ്പോൾ അവിടെ ആ സ്ഥലം കാണാനായിട്ട് ഞാനൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ റോഡ് സൈഡിൽ ഒരു കർഷകൻ കുറച്ച് ഈ വെള്ളരിക്ക കുട്ടി വെച്ചു. പുള്ളിയുടെ വെച്ചിട്ടാണ് വിലയൊന്നും കിട്ടുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്, കൃഷിയൊന്നും ചെയ്ത് ഒരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം ആ ചാമക്കാവ് ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടെയുള്ള കുറേ ആൾക്കാരോടൊക്കെ സംസാരിച്ചു. അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെയും ഒരു വിപണി സ്റ്റാർട്ട് ചെയ്തു. ഈ അപ്പം എനിക്ക് എൻ്റെ പ്രൊഫഷൻ്റെ തിരക്കായി, അങ്ങനെ പല തിരക്കുകളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ നാട്ടുകാർ നടത്താൻ പറഞ്ഞു. അവസാനം നാട്ടുകാരെന്തായി, രാഷ്ട്രീയമായി തമ്മിത്തല്ലായി.
ഒരാൾ ഒരു വെള്ളരിക്ക വിൽക്കാൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വേറെ ഒരാൾ ഒരു വെള്ളരിക്ക വിൽക്കാൻ കൊണ്ടുവന്നാൽ അത് ഇഷ്ടമല്ലാതായി അവസാനം ആ വിപണി പൊട്ടിപ്പോയി. അതിനുശേഷം പല ഭാഗത്ത് വിപണികളായി. പത്തനംതിട്ട ജില്ലയിൽ തന്നെ തോട്ടപ്പുഴശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിപണി സ്റ്റാർട്ട് ചെയ്തു. പഠിക്കാനായിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. പഠിക്കാനായിട്ടൊക്കെ അവരാലായി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ജനാധിപത്യത്തിന് പോകരുത്. നിങ്ങൾ വന്നത് കുറേ പ്രവാസികളാണ്, മുൻ പ്രവാസികളാണ് വന്നത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ചിന്തകളും ഒക്കെയുള്ള ആൾക്കാരാണ്, നിങ്ങൾ നല്ല രീതിയിൽ ആ വിപണിയുമായിട്ട് നിങ്ങൾ 2-3 പേര് കൂടി അങ്ങ് നടത്താൻ പോകുന്നത്. അപ്പോൾ അത് വലിയൊരു പ്ലാറ്റ്ഫോം എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തി ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി വിപണി തുടങ്ങി. 7 വിപണി മാത്രമേ ആ വിപണി മുന്നോട്ട് പോയുള്ളൂ. അതിനുശേഷം അങ്ങനെ കുറേ വിപണികളായി. വിപണികൾ തമ്മിൽ മത്സരമായി. ഞാൻ പിന്നെ മത്സരത്തിനൊന്നും പോകുന്നില്ല, ഞാൻ എൻ്റെ റൂട്ടിൽ മുന്നോട്ട് തന്നെ പോതേ ഉള്ളൂ. അങ്ങനെ പോകുന്ന സമയത്ത് എന്തായാലും ആലാപണി ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ 200 ആഴ്ചകൾ കഴിഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ നാടിനെ കേന്ദ്രീകരിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ പോകുന്ന പള്ളിയിൽ തന്നെ സമാന മനസ്കരായിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഈ പള്ളിയിൽ നിങ്ങളുടെ ഇപ്പോൾ വീടുകളിൽ ചക്കയുണ്ട്, ഏത്തക്കൊലയുണ്ട് അല്ലേ, ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരിക. കാരണം നമ്മുടെ വീട്ടമ്മമാരൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ്. ഇതിനിടെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ പൊട്ടിത്തകർന്ന് തരിപ്പണമായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ, 80 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, എനിക്കറിയാം ചായ കുടിക്കാൻ പോലും കാശില്ലാത്ത ആൾക്കാർ എൻ്റെ നാട്ടിലുണ്ട്. കാരണം വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്ത് ഒരാൾ 1,40,00,000 രൂപ ഒന്ന് ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള പൊട്ടിപ്പോയ ഒരു പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനത്തിൽ ഇട്ടു. ബാക്കി 80 ലക്ഷം രൂപ ഇതിനകത്ത് കൊണ്ടിട്ടു. പശുവിനെ വളർത്തുക. ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു, പള്ളി കഴിയുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളായിട്ട് നമ്മുടെ ഈ പള്ളികളിലേക്ക് കൊണ്ടുവരും. അപ്പം എൻ്റെ അമ്പലങ്ങളിലൊക്കെ സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞു, എല്ലാവരും ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വരുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഒരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്യും ഈ സാധനങ്ങളൊന്നും മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൻ്റേതായ ആ ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പം അതിന് തുടർച്ചയായിട്ട് ഞങ്ങളുടെ വിപണിയുടെ വിജയം പറഞ്ഞത്, വിപണി എന്ന് പറയുന്നത് ആദ്യം തന്നെ വിപണിയിൽ അധികം സംരംഭകരൊന്നുമില്ല, കുറച്ച് സംരംഭകർ മാത്രം വരും. മേടിക്കാനായിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതലായിട്ട് വന്നു. ഇപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടേണ്ട സാഹചര്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ കർഷകരെല്ലാം വ്യാപകമായിട്ട് പ്രോത്സാഹനം കൊടുക്കും. നിങ്ങൾ കൃഷി ചെയ്യും, ഞാൻ മാർക്കറ്റ് ചെയ്ത് തരാം. ഇപ്പം അഭിലാഷ് സാറിൻ്റെ ദൂരദർശൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ അദ്ദേഹം ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളുടെ നാട്ടിൽ. ഉണ്ണിക്ക് ഇഷ്ടത്തിന് ഏത്തവാഴയുടെ കൃഷിയുണ്ട്. ഉണ്ണി സർക്കാരിൻ്റെ കൊടുവഴിയിലുള്ള സർക്കാരിൻ്റെ വിപണി കൊണ്ട് ഏത്തപ്പഴം കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ രസീത് മേടിക്കാനായിട്ട് പിന്നെ പോകണം, പിന്നെ കാശ് മേടിക്കാൻ മുന്നോട്ട് പോകണം. ഉണ്ണിക്കാണെ സമയമുണ്ട്. അതേപോലെ ഒരു എഞ്ചിനീയറിംഗ് ഒരു അധ്യാപകർ. അപ്പോൾ ഈ ഉണ്ണി എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കൂടെ എൻ്റെ വാട്സപ്പിൽ കൂടെ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അതേ സമയത്ത് തന്നെ ഇതിന് പാരലായിട്ട് നല്ല രീതിയിൽ കൃഷി നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് തുടങ്ങി. വർദ്ധിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പല ഭാഗത്തു നിന്നുള്ള സംരംഭകരെ നമ്മുടെ അവിടെ ആലയിലേക്ക് ഉപ്പേരി ഒക്കെ ആയിട്ട് വരാനായിട്ട് വരും. അങ്ങനെ നമുക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിമാൻഡ് കൂടി. പക്ഷേ പ്രൊഡക്ഷൻ ഞാൻ നാളെ വന്നോളാം. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാനിവിടെ അഭിലാഷ് സാറിൻ്റെ തൊട്ടിപ്പുറത്ത് സാജുവിൻ്റെ ക്ലാസ്മേറ്റാണ്. സാജു ഒരു ബന്ധുക്കോസിലൊരു മാസ്റ്ററും കൂടാണ്. ഭയങ്കര അധ്വാനിയാണ്, നല്ല അധ്വാനിയായിരുന്നു. പിന്നെ അദ്ദേഹം ഇടയ്ക്ക് ഗൾഫിലൊക്കെ നിന്ന് പോയി മടിയന്മാരുടെ ഏറ്റവും വലിയ മടിയനായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പ്രോത്സാഹനം കൊടുത്ത് യാദൃശ്യമായിട്ട് സാജു എന്ന ഒരു ചക്കവരട്ടി ഉണ്ടാക്കി. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സംരംഭകനാണ്. എത്ര രൂപയുടെ ചെയ്യണമെന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ദിവസം 7 പേർക്ക് വരെ ജോലി കൊടുക്കാനായിട്ട് സാജുവിന് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഭിലാഷ് സാർ ഓൾറെഡി ഒരു നല്ലൊരു ഡോക്യുമെൻ്ററി, അരമണിക്കൂർ ഡോക്യുമെൻ്ററി സാജുവിനെ സംബന്ധമായിട്ട് എടുത്തു. സാജുവിനെ സംബന്ധമായിട്ട് നല്ലൊരു ഡോക്യുമെൻ്ററി എടുത്തു. ഇപ്പോൾ വരുന്ന കർഷകശ്രീക്കകത്ത് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ കർഷകശ്രീക്കകത്ത് ഒരു ലേഖനം വരുന്നുണ്ട്.
അപ്പച്ചൻസിൻ്റെ സംബന്ധമായിട്ട്. സാജുവിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻസാണ്. അപ്പം അങ്ങനെ സാജുവിനെ പോലെ അനവധി സംരംഭകർ നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്നു. ഇതിനിടയിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പറഞ്ഞില്ല, ഈ അഭിലാഷ് സാർ എന്നെ വിളിക്കുന്നത് ആല ഗാന്ധി എന്ന് വിളിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള ചിലരെന്നെ വിളിക്കുന്നത് ആല വട്ടം എന്ന് വിളിക്കുന്നു. വക്കീലെന്ന് വിളിക്കുന്നതിന് കുറവാണ്. നല്ല പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിലും വക്കീലെന്ന് വിളിക്കുന്നതിന് കുറവാണ്. അപ്പം ഈ പ്രൊഡക്ഷൻ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞ് സാധനം നല്ലൊരു സംരംഭകരായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിന് വീണ്ടും ഭയങ്കര പ്രൊഡക്ഷനാണ്. എന്താ പറയുക, ഭയങ്കര ഡിമാൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയമ്മയെന്ന് പറഞ്ഞ ഒരാൾ ചെറിയ രീതിയിൽ ചിപ്സും ഒക്കെ ഉണ്ടാക്കി അവരും യാദൃശ്യമായിട്ട് കൂട്ടായ്മയിലേക്ക് വരുവാണ്. അവരെ കോവിഡ് കാലഘട്ടത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം വിജയത്തിനുപരിയായിട്ട്, ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്, നമ്മുടെ സ്വന്തം വിജയത്തിനുപരിയായിട്ട് അന്യൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വൻ നേട്ടങ്ങളായിരിക്കും ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ കണ്ടെത്താനായിട്ട് അല്ല, നമ്മുടെ കൂട്ടത്തിൽ 2-3 പേർക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് 2-3 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം, ഒരാൾക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ 4 പേരിൽ ഒരു കുടുംബം രക്ഷപ്പെടുക. അവരുടെ പ്രാർത്ഥനയെല്ലാം നമുക്കുണ്ട്. അങ്ങനെ വരുന്ന സമയത്തായിരിക്കും നമ്മുടെ ഈ കൂട്ടായ്മ വിജയമായിട്ട് നടക്കുന്നത്. അപ്പം ഈ ചേച്ചിയമ്മ അല്ലെങ്കിൽ സുജാന ഒരു ചെറിയൊരു സംരംഭമായിരുന്നു. ഇപ്പോഴേ അടുത്ത സമയത്ത് അവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ, വലിയൊരു യൂണിറ്റ് തന്നെ ഉദ്ഘാടനം ചെയ്തു. 10-15 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടവും ഒരു ഫ്ലോർ മില്ലും അങ്ങനെ പല പിന്നെ ചിപ്സൊക്കെ വളർത്താനായിട്ടുള്ള പ്രത്യേക യൂണിറ്റ് എല്ലാമായിട്ട് അങ്ങനെ പലതും അവർ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചേച്ചി എന്ന് പറഞ്ഞാൽ ശാന്തന ചേച്ചി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. 72 വയസ്സാണ്. ഞങ്ങളുടെ നാട്ടിലെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് അന്യ സ്ഥലങ്ങളിലെ സ്കൂളുകളൊക്കെ വിളിച്ച് ആദരിക്കുന്നു. അപ്പം ഈ ശാന്തന ചേച്ചിയൊക്കെ വിളിച്ചിട്ട് പുത്തങ്കാവ് സ്കൂള് വിളിച്ച് അവരെ ആദരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു വിപ്ലവം നടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗോപകുമാർ, നമ്മളെ കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് കൂടുതൽ പ്രചോദനം നൽകാൻ സാധിക്കുന്നത്, കൂടുതൽ തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് നൽകാൻ സാധിക്കുന്നത് എന്നുള്ളൊരു എക്സാമ്പിളായിട്ട് പറയാം. ഒരു പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ഗോപകുമാർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഒരു പട്ടാളക്കാരൻ. അപ്പോൾ ഞങ്ങൾ ചാമക്കാവ് വീട് തുടങ്ങിയ സമയത്താണ് അദ്ദേഹം റിട്ടയറായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചാമക്കാവ് വീടിയുടെ ഭാഗമായിട്ട് ഒരു കുഞ്ഞുദേവത സ്വീകരിച്ചത്. അദ്ദേഹം നമ്മുടെ ആലാമണി കാണാൻ വന്ന സമയത്ത് ഞാൻ പുള്ളിയോട് ഇതെല്ലാം പറഞ്ഞു, നമുക്ക് ഈ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾ പഴയ പട്ടാളക്കാരനാണ്, ഞാനൊരു പ്രവാസിയായിരുന്നു, നിങ്ങൾ ഒരു വിപണി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരനും ചാമക്കാവിലെ വിപണി പുള്ളി അതിൻ്റെ ഭാഗമായെങ്കിലും അത് പൊട്ടിപ്പോയി. പിന്നെ അതിനുശേഷം പത്തനംതിട്ട ജില്ലയിൽ കോഴിപ്പുറം എന്നൊരു സ്ഥലത്ത് നല്ല ഒരു വിപണി നടത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലതാബാല എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തെ ആണെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. പുള്ളിക്കാരത്തെ ഇന്ന് വലിയൊരു സംരംഭകയാണ്. അപ്പം ഞാനിങ്ങോട്ട് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ എൻ്റെ വിപണിയെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്തുണ്ടാകുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നേട്ടം മുഴുവൻ എൻ്റെ നാടിന് അതിൻ്റെ നേട്ടം മുഴുവൻ ഉണ്ടായി. ഒരു സമയത്ത് ഈ പ്രളയമെല്ലാം കയറി രാഷ്ട്രീയ അധിപ്രസരം കാരണം പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഞങ്ങളുടെ നാട്ടിലെ പല മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. അത് പ്രളയത്തിന് ശേഷം ചെങ്ങന്നൂരിലെ റോട്ടറി ക്ലബ്ബ് ആലാ സ്കൂളിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിരുന്നു. പക്ഷെ അവർ വന്ന ശേഷം അവർ തിരികെ പോയിട്ട് ഇന്ന് ഞങ്ങൾ ആലാ സ്കൂളുമായിട്ട് ചേർന്ന് ചില പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഫല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളോട് ഫണ്ട് ചെയ്ത് കൊച്ചു കുട്ടികളെ കൊണ്ട് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും റോട്ടറി ക്ലബിനെയും മറ്റും ഈ സ്കൂളിലേക്ക് ഒന്ന് ആകർഷിച്ചു. ഇന്ന് റോട്ടറി ക്ലബിൻ്റെ കൂടെ സഹകരണത്തോടുകൂടി അവിടെ നല്ല രീതിയിൽ തന്നെ അവിടെ സ്കൂളിൽ പച്ചക്കറി കൃഷികളൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങൾ അതുപോലെ തന്നെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് ഇറങ്ങുന്ന സമയത്ത് ജനങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യസന്ധമായ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടും വിശപ്പിൽ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന പോലെ തൻ്റേതല്ലാത്ത കാരണത്താൽ ദാരിദ്ര്യത്തിലകപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. വിശ്വസിച്ച് പണം നിക്ഷേപിച്ച് കഴിയുമ്പോൾ അവരുടെ പണം നഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ പേരയും ഓമയും അങ്ങനെ പലതും വെച്ച് പിടിപ്പിച്ചു, മുരിങ്ങ വെച്ച് പിടിപ്പിച്ചു. ഇതിൻ്റെ ആൾക്കാരെ അട്രാക്ട് ചെയ്തു, സമാന മനസ്സുകാരായിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്ത് ഈ ആൾക്കാർ മുഴുവൻ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്താനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ ഈ നാട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടായി. ഇതേ സമയത്താണ് ഇപ്പം ഈ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ അപ്പച്ചൻസ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ 2022 മാർച്ച് മാസം ഞാൻ കാണുന്നത് എൻ്റെ നാട്ടിൽ ഈ കൂഴച്ചക്ക റോഡ് സൈഡിൽ കിടക്കുന്നതായിട്ടായിരിക്കും കാണുന്നത്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാനിങ്ങനെ അന്ന് ബ്ലോഗൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും അതുണ്ട്. 3 കിലോ
3 മിനിറ്റ്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നത് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിർത്താം. സാറ് എനിക്ക് 3 മിനിറ്റാണ് സമയം തന്നിരിക്കുന്നത്. കൃത്യം 4:45 അല്ലേ? ഇതിനോടൊപ്പം തന്നെ ഈ അപ്പച്ചൻസ് അതുപോലുള്ള പല സംരംഭകരും എൻ്റെ വീടിന് മുന്നിൽ കപ്പയുമായിട്ട് പോകുന്നത് ഞാൻ ചെയ്തറിയാമോ? ഞാൻ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഫേസ്ബുക്കിലിടും, വാട്സപ്പ് കൂട്ടായ്മയിലിടും. അതേപോലെ ഇദ്ദേഹം ചക്ക ഇട്ടുകൊണ്ടുപോകും. 5000-ഓളം ചക്കയാണ് കഴിഞ്ഞ വർഷം പോയത്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ കാണുന്നതിന് പുള്ളി ഒരു ഓൾട്ടോക്കാരെ ചക്കയുമായിട്ട് പോകുന്നതായിരിക്കും കാണുന്നത്. അപ്പം ആ ചക്ക അതിൻ്റെ സൈഡിൽ ഒരു വലിയൊരു കോട്ടിങ്ങാണ്, എസ്റ്റി കമ്പനിയുടെ ഒരു കോട്ടിങ്ങാണ്. ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ടാണ് അപ്പച്ചൻസിനെ ഇന്നടത്ത് വെച്ച് കണ്ടു, അല്ലെ ചേച്ചിയെ ഇന്നടത്ത് വെച്ച് കണ്ടു, അല്ലെ ശാന്തമ്മ ചേച്ചി ഇന്നടത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ എന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് വ്യാപകമായിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടുകയാണ്. ഇത് എന്നെയും കൂടെ ഗുണകരമായിട്ട് ബാധിച്ചു. എങ്ങനെയാണെന്ന് അറിയാമോ? ഇവരുടെ ആ ബന്ധങ്ങളിലുള്ള കേസുകളും ഡോക്യുമെൻറ്റേഷനും ഏറ്റെടുത്ത് വരും. അപ്പോൾ എനിക്കും അത് ഒത്തിരി പ്രകാരമായിട്ട് തീരുവാണ് ചെയ്തത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 3 പേര് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ എങ്ങനെ നമ്മളെ പ്രൊമോട്ട് ചെയ്യണമെന്ന് മറ്റൊരു കാര്യങ്ങൾ പറയാം. ഇതിനിടയിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്മാമിൻ്റെ സബ്സിഡി, നമ്മുടെ കർഷകർക്കാരുടെ സ്മാമിൻ്റെ സബ്സിഡി എടുക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? കാരണം ഞങ്ങൾ വക്കീൽമാരെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വേറെ ജോലി ചെയ്തെന്നാണ് ബാർ കൗൺസിലിലൊക്കെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ അങ്ങനെയുള്ളൊരു വൈഫിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാർട്ട്ണർഷിപ്പ് കൂട്ടായ്മ, എൻ്റെ 4 സുഹൃത്തുക്കളുടെ വൈഫുമാർ കൂടി ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് കൂട്ടായ്മയായിട്ട് ഒരു അഗ്രികൾച്ചറൽ മിഷനറിയുടെ ഒരു ഷോപ്പ് തുടങ്ങി. അതിനകത്ത് ഏറ്റവും വലിയ രസം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ആരാന്ന് വെച്ചാൽ ഞാനാണ് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്ന മൊത്തം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ, റീംസ് പറഞ്ഞിരുന്ന പോലെ, ഈ നമ്മുടെ അരുൺ സാർ പറഞ്ഞിരുന്നത് പോലെ, എനിക്ക് എൻ്റെ വീട്ടിൽ ചക്ക ഇടണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഫെസ്റ്റലിൻ്റെ തോട്ടിയുണ്ട്. ഇവിടെ ഫെസ്റ്റലിൻ്റെ അല്ല, വേറൊരു കമ്പനിയുടെ തോട്ടി ഞാൻ കണ്ടായിരുന്നു. ഈ തോട്ടി എന്ന് പറഞ്ഞാൽ 30 അടി വരെ ഹൈറ്റാണ് ആ തോട്ടി എന്ന് പറയുന്നത്. അപ്പം ആ തോട്ടി കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ പ്ലാവേലെ ചക്ക ഇടുന്ന സമയത്ത് വീഡിയോ എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇടും. അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിന് സമയമായിട്ട് വളശ്ശേരിക്കാവ് ദേവീക്ഷേത്രമുണ്ട്. അവിടെ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു അവിടെ തേങ്ങ ഇടാൻ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ തോട്ടി എടുക്കൊണ്ട് ഞാൻ വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാനത് പോയി ഇടാൻ തുടങ്ങി കഴിഞ്ഞ സമയത്ത് അവർ യാദൃശ്യമായിട്ട് അവരെടുത്ത് വീഡിയോ എടുത്തിട്ടു. ഇന്ന് ഫെസ്റ്റലിൻ്റെ ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്നത് നമ്മുടെ ഷോപ്പിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ 800 പേര് എൻ്റെ കൂട്ടായ്മയിലുള്ളൂ, ആല ഫാർമേഴ്സ് ക്ലബിനകത്ത്. അതിനുശേഷം അനേകം വിപണികൾ വന്നു. 1200-ഓളം പേര് പല ഗ്രൂപ്പുകളിലും ആൾക്കാരായിട്ടുണ്ട്. പക്ഷേ ഈ 800 പേരുള്ള കൂട്ടായ്മയിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാം ആ കൂട്ടായ്മയിലുണ്ട്. അവർ മുഖേന ഏറ്റവും വലിയ ബിസിനസ്സാണ് ഞങ്ങളുടെ ഈ ആല ഫാർമേഴ്സ് കൂട്ടായ്മയ്ക്ക് ലഭിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ കർഷകരെ രക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സംരംഭകരെങ്ങനെ വിജയിക്കണം എന്നുള്ളത് റീംസ് പറഞ്ഞു, എങ്ങനെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് അരുൺ സാർ പറഞ്ഞു. ഇത് മൊത്തം കൂടെ എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് നമ്മുടെ പ്രമോദ് മാധവൻ സാർ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഏറ്റവും രസമുണ്ട്, പ്രമോദ് മാധവൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വെച്ചാൽ കാണുന്നത്. പക്ഷേ ഞങ്ങൾ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വാട്സപ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളൊക്കെ കൈമാറുകയൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു പുനർജനി, നമ്മുടെ നാടിൻ്റെ ഒരു പുനർജനി വളരെ ഈസി ആയിട്ട് സാധിക്കും. അതിന് നല്ല ഒന്നാന്തരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്ലാറ്റ്ഫോം, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം. അപ്പോൾ ആൾക്കാരെ അങ്ങോട്ട് ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പം ബ്ലഡ് വല്ലതും വേണമെന്ന് പറയുവാണെങ്കിൽ ഉടനെ തന്നെ എന്നെ ആൾക്കാർ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ആൾക്കാർക്ക് ബ്ലഡ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈസിയായിട്ട് ഈ പൊതു സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനമൊക്കെ അതിരൂക്ഷമാണ്. പൊതു സ്ഥലങ്ങളിൽ ഈ മുരിങ്ങയുടെ കമ്പൊക്കെ കൊണ്ട് ഈ ആൾക്കാർക്ക് വെട്ടിക്കളയുന്ന സമയത്ത് ആ മുരിങ്ങയുടെ കമ്പൊക്കെ ലൈൻ കമ്പി ഇല്ലാത്ത സ്ഥലത്ത്, അതേപോലെ തന്നെ റോഡിന് ഗതാഗതം തടസ്സമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരമുള്ള കൂട്ടായ്മകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും സമാന മനസ്സിലായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും അവിടെ സംഭവിക്കുന്നതിന് ഒരു നാടിൻ്റെ പുനർജനി, ഒരു വലിയൊരു ജനവിഭാഗത്തിൻ്റെ ഒരു ഉണർവ്, ഒരു കർഷകരെ രക്ഷപ്പെട്ടു വരികയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതോടെ ഞാൻ പറഞ്ഞത് സ്വന്തം നാട്ടിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ അനേകം ജീവിതങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്, അനേകം മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇപ്പം തന്നെ വന്നു കഴിഞ്ഞിട്ട് ഞാനും അഭിലാഷ് സാറും ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇതേപോലെ എല്ലാം കൂടെ ചേർന്ന് പേരയ്ക്ക തൊലി പോലും ചെന്നതായിട്ടില്ല. കാരണം എൻ്റെ വീട്ടിലുള്ള സാധനമാണ്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, നമ്മുടെ അയൽവക്കക്കാർക്ക് വിൽക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുമ്പോഴല്ല ഇന്ന് നമ്മൾ
നമ്മൾ ഈ ആരോഗ്യ രംഗത്ത് ഒത്തിരി മുന്നിലാണെന്ന് പറയുവാണെങ്കിലും എല്ലാ രംഗങ്ങളിലും ആരോഗ്യകരമായിട്ട് നമ്മൾ വളരെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കുന്നതിൻ്റെ മനുഷ്യൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുന്നു, അതേപോലെ തന്നെ ക്യാൻസർ വ്യാപകമാകുന്നു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഇങ്ങോട്ട് നിന്ന് വേഗം എന്ന് പറയാൻ നമ്മൾ കൃഷി വർദ്ധിപ്പിക്കേണ്ട ആവശ്യം. നമ്മുടെ ശരീരത്തിന് നമ്മൾ ചിന്തിക്കുന്ന അർത്ഥമായിട്ടുള്ള പ്രതിരോധ ശക്തിയാണുള്ളത്. നമ്മുടെ കയ്യിൽ ഒരു മുറിവ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ മുറിവ് കരിഞ്ഞു വരികയും ഇങ്ങനെയുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ, നമ്മളെ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എൻ്റെ നന്ദി. സമയം കഴിയുമ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങൾക്കുള്ള സമയമില്ല. നിങ്ങളുടെ സംശയങ്ങൾ കണ്ടാൽ